പ്രൈസ് ദി ലോർഡ്. JCNDSD അഥവാ ജീസസ് ക്രൈസ്റ്റ് ന്യൂ ടെസ്റ്റമെൻറ്റ് സാൽവേഷൻ ഡോക്ട്രിൻ എന്ന ഈ വാട്സാപ്പ് ഗ്രൂപ്പിലും JCNDSDയുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലുമായി ഞങ്ങളെ ശ്രവിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഈ രാത്രിയിൽ അറിയിക്കുന്നു. നിത്യജീവൻ വഴികൾ എന്നുള്ള പ്രസംഗ പരമ്പരയിൽ പതിവായി നടന്നു വരുന്ന ഈ ദൈവവചന ഘോഷണത്തിൽ ഈ വെള്ളിയാഴ്ച രാത്രിയിലും ചുരുക്കം ചില വേദഭാഗങ്ങളെ ആസ്പദമാക്കി അല്പം ചില കാര്യങ്ങൾ കർത്താവിൽ ശരണപ്പെട്ട് നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരിക്കൽ കൂടി ഒരുക്കി തന്ന ഗ്രൂപ്പിൻ്റെ ബഹുമാന്യ അഡ്മിന്മാരായ എല്ലാ കർത്തദാസന്മാർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ഒപ്പം ഞങ്ങളെ ശ്രവിച്ചും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ അന്ത്യകാലത്ത് സത്യസുവിശേഷത്തെ പ്രചരിപ്പിക്കുവാൻ ഇതിനെ ഷെയർ ചെയ്ത് സഹായിക്കുന്ന ക്രിസ്തുവിൽ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടിയുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ തിരുവെഴുത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ വായിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കുവാനായി ദൈവസന്നിധിയിൽ ഞാൻ ശരണപ്പെടുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 18-ാമത്തെ അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഈ രാത്രിയിൽ ഞാൻ സമയങ്ങൾ വേർതിരിക്കുന്നത്. ഇതിലെ പ്രതിപാദ വിഷയം മമ്രയുടെ തോപ്പിൽ യഹോവയായ ദൈവം അബ്രഹാമിൻ്റെ അടുക്കൽ വന്നു, കൂടെ 2 പുരുഷന്മാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 18:1 മുതൽ വായിക്കുമ്പോൾ, അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിൽ ഉറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു. നിലം വരെ കുനിഞ്ഞ്, യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയാനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പിൻ, ഞാനൊരു മുറി അല്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയൻ്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞ പോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്ന്, നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവ് എടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായൊരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരൻ്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു. പ്രൈസ് ദി ലോർഡ്. കൂടുതലായി വായിക്കേണ്ടുന്ന വിഷയങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. എങ്കിലും ഞാൻ പ്രാരംഭമായി ഇവിടെ ഈ വായന അവിടെ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം UP-യിലുള്ള ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ സഞ്ചാര കേരളത്തിൽ അദ്ദേഹം കഴിഞ്ഞ ഒരു മാസത്തിൽ അടുത്ത് ഈ കേരളത്തിലുണ്ടായിരുന്നപ്പോൾ വിവിധ ഇടങ്ങളിൽ അദ്ദേഹം പലരുമായി ഇൻ്റർവ്യൂ നടത്തി വരവേ അദ്ദേഹം കോട്ടയത്തിൻ്റെ പരിസരത്തുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാഷ്വലായിട്ടൊന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം പൊൻകുന്നം അതോ കാഞ്ഞിരപ്പള്ളിയോ എവിടെ ഒരിടത്തുണ്ട്. അന്ന് രാത്രി അദ്ദേഹത്തിന് മടങ്ങിപ്പോകണം. അപ്പം ഞാൻ പറഞ്ഞു, ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മുടെ വീട്ടിലോട്ട് പോയേ, ഇവിടെ ഒന്ന് നിങ്ങൾക്ക് വിശ്രമിച്ച് എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവിടാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം രാത്രി ഒരു 8, 8:30, 9 മണിയായപ്പോൾ അദ്ദേഹത്തെ ഞാൻ KSRTC സ്റ്റാൻഡിൽ നിന്ന് പിക്ക് ചെയ്തു. പിന്നീട് അല്പസമയം സംസാരിച്ച് ഭക്ഷണം കഴിച്ച് അദ്ദേഹം കിടന്നുറങ്ങാൻ പോകും മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഒരു ഇൻ്റർവ്യൂ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഒരിക്കലാവാമെന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, സമയം തക്കത്തിൽ ഉപയോഗിക്കണം, സമയം ആർക്കു വേണ്ടി കാത്തിനിക്കത്തില്ല, ഒരു ഷർട്ടിട്ടുണ്ട് വാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു ടീഷർട്ട് ഇട്ടിരുന്നത്, ഞാൻ ഷർട്ടിട്ടുണ്ട് വന്ന് അദ്ദേഹം എൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്തു. ആ ഇൻ്റർവ്യൂ അദ്ദേഹം പറഞ്ഞു, ഈ ഇൻ്റർവ്യൂവിന് ചോദ്യങ്ങളുണ്ടാകും, കൗണ്ടർ വീഡിയോകൾ പലരും ചെയ്യും, അതുപോലെ ഡേവിഡ് അടിമാലിയെ പോലുള്ളവർ വീഡിയോ ചെയ്യും, അതൊക്കെ ഞാൻ പറഞ്ഞു ആര് വേണമെങ്കിലും വീഡിയോ ചെയ്യട്ടെ, സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞുകൊള്ളാം. പിന്നെ ഇതിന് ഡിബേറ്റോ അനുബന്ധമായ ചോദ്യങ്ങളോ വരികയാണെങ്കിൽ
ഞങ്ങൾ തയ്യാറാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങൾ ഒരു കൂട്ടം ആളുകൾ ഒരു ഗ്രൂപ്പായിട്ടുണ്ട്. ആര് വേണമെങ്കിലും ഏത് വിഷയത്തിന്മേലും മറുപടി പറയാൻ സന്നദ്ധരാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം 10-15 ദിവസങ്ങൾക്ക് ശേഷം ആ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ഞാൻ ഇതിനിടയിൽ അദ്ദേഹം പിന്നീട് ചെയ്ത പല വീഡിയോകളും യൂട്യൂബിൽ വന്നപ്പോൾ ഞാൻ ചുമ്മാ വെറുതെ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ വീഡിയോ എടുത്ത് ചുമ്മാ ആണോ അതോ അല്ല, ഞാൻ വൈഫൈ വേണം എന്നാലേ ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം വീഡിയോ ഇടുന്നതിൻ്റെ തലേ രാത്രി എന്നെ വിളിച്ചു, ഇന്ന് രാത്രി ഞാൻ വീഡിയോ ഇടുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ വീഡിയോ വന്നതിന് ശേഷം ഈ ഡേവിഡ് അടിമാലി ഒരു വീഡിയോ എൻ്റെ ഭാഗങ്ങളെ കട്ട് ചെയ്ത്, ഇൻ്റർവ്യൂവിലുള്ള എൻ്റെ ഭാഗങ്ങളെ കട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്നും ഒരു ഭാഗം മാത്രമാണ് ഇന്ന് രാത്രി ഞാൻ ഈ വിഷയമായി സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എൻ്റെ വീഡിയോയിൽ ഞാൻ അബ്രഹാം മമ്രയുടെ തോപ്പിൽ ഇരിക്കുമ്പോൾ യഹോവ അവിടെ പ്രത്യക്ഷനായ വിഷയമൊന്നും ഞാൻ എൻ്റെ പ്രതിവാദ വിഷയത്തിൽ ഉന്നയിച്ചിരുന്നില്ല. എൻ്റെ പ്രതിവാദ ഭാഗത്തിൽ ചോദ്യത്തിന് ഉത്തരമായി ഇസ്രായേലിൻ്റെ പ്രവാചകനായ യോഹന്നാൻ സ്നാപകൻ മുഖാന്തരം വെളിപ്പെടുത്തപ്പെടുന്ന മെസ്സിഹായെ സംബന്ധിച്ച് യെശയ്യാ പ്രവാചകൻ 700 വർഷങ്ങൾക്ക് മുമ്പ് BC 700-ൽ പ്രവചിച്ച യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷയെ സംബന്ധിച്ചുള്ള ഒരു പ്രവചന ഭാഗത്തെ ഉദ്ധരിച്ചാണ് ഞാൻ വീഡിയോയിൽ സംസാരിച്ചത്. അപ്പോൾ എൻ്റെ വാദം എങ്ങനെയായിരുന്നു? യോഹന്നാൻ യഹോവയ്ക്ക് വഴി ഒരുക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. പുതിയ നിയമത്തിൽ യഹോവ പ്രത്യക്ഷനായപ്പോൾ അത് യേശുക്രിസ്തു ആയിരുന്നു. അവിടെ വരുമ്പോൾ യഹോവ എന്തെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നുവോ അതെല്ലാം യേശുക്രിസ്തു നിറവേറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇവിടെ കർത്താവ് എന്നാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് ഉത്തരം പറഞ്ഞു, പുതിയ നിയമത്തിൽ യഹോവ എന്ന് പറയുന്ന സ്ഥാനമെല്ലാം ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ അവിടെ ലോർഡ് ക്യൂരിയോസ് അല്ലെങ്കിൽ ലോർഡ് LORD ക്യാപിറ്റൽ ലോർഡ് എന്നാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് എന്ന മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ വന്നത്. ഗ്രീക്ക് ടു മലയാളത്തിൻ്റെ പ്രത്യേകതയാണ് വന്നത്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ തന്നെയാണ്. അപ്പോൾ യഹോവയും യേശുക്രിസ്തുവും ഒന്നാണ് എന്നുള്ള എൻ്റെ വിഷയം ഞാൻ ചോദ്യങ്ങൾക്ക് ഉത്തരമായി സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് ചില കാര്യങ്ങൾ മാത്രം പ്രസ്താവിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ എൻ്റെ വീഡിയോയെ ആസ്പദമാക്കിക്കൊണ്ട് ഡേവിഡ് അടിമാലി സംസാരിച്ച ഒരു കാര്യം ഈ ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിലെ ചില കാര്യങ്ങളാണ്. അപ്പോൾ 18-ാമത്തെ അധ്യായത്തിൽ ഞാൻ വായിച്ച ഭാഗം ഒരിക്കൽ കൂടി വായിക്കാം. കേവലം മലയാളം വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന അത്രത്തോളം ലളിതമായ ഭാഷയിൽ എഴുതി വച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഭാഗം. ആ ഭാഗത്തിൽ അബ്രഹാം മമ്രയുടെ തോപ്പിൽ വെച്ച് അബ്രഹത്തിന് യഹോവയായ ദൈവം പ്രത്യക്ഷനായി. അങ്ങനെ അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ അബ്രഹാമിനെതിരെ 3 പുരുഷന്മാർ നിൽക്കുന്നത് കണ്ടു എന്നാണ് പറഞ്ഞു. അപ്പം അബ്രഹാം അവരെ കാണുമ്പോൾ അവർ 3 പുരുഷന്മാരുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പുരുഷ രൂപത്തിലുള്ള 3 വ്യക്തികളാണ് അവിടെ അബ്രഹാമിൻ്റെ അടുക്കൽ സന്നിഹിതനായിരുന്നത്. ആ 3 പേരും നമ്മെ പോലെ മാംസ ശരീരത്തിലായിരുന്നുവെന്ന് പിന്നീട് അവർ കാല് കഴുകുകയും അവരുടെ കാലുകൾ കഴുകുകയും അവർ പാകം ചെയ്ത മാംസവും അപ്പവും കഴിക്കുകയും ചെയ്തു എന്നതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അബ്രഹാമിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അവർ 3 പുരുഷന്മാരാണ്. ആ 3 പുരുഷന്മാർ ഒരുമിച്ച് വന്നാൽ ചെയ്യുന്നത് സ്വാഭാവികമായി ചെയ്യുന്നതൊക്കെയും അവിടെ 3 പേരും ചെയ്തു. അതിൽ ഒരാൾ യഹോവയായിരുന്നു എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരാളെ മാത്രം അബ്രഹാം അഭിസംബോധന ചെയ്യുന്നത് യജമാനനെ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് യജമാനന്മാരെ എന്നല്ല, യജമാനൻ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്പെക്റ്റിൽ ഈ 3 പുരുഷന്മാർ 3 വ്യക്തികളെ അബ്രഹാം കണ്ട 3 ഇൻഡിവിജ്വൽ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണാലിറ്റീസിനെ എല്ലാവരെയും ചേർത്ത് തൃത്വം എന്നുള്ള അർത്ഥത്തിൽ യജമാനനെ എന്നാണ് വിളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. സത്യത്തിൽ എനിക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കപ്പെട്ട വിഷയത്തിൽ പാർട്ട് 1 ആണ് അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. പാർട്ട് 1-ൽ ഈ വിഷയം ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയമല്ല. ഞാൻ ഈ വിഷയം അവിടെ സംസാരിച്ചിരുന്നില്ല. എന്നാലും അദ്ദേഹം ഈ വിഷയത്തിൽ അധികവും പ്രതിപാദിക്കാൻ ശ്രമിച്ചത് പെന്തക്കോസ്തുകാർക്ക് തൃത്വം തെളിയിക്കാൻ കഴിവില്ല, പെന്തക്കോസ്റ്റൽ പാസ്റ്റർമാരുടെ അടുക്കൽ യഹോവ സാക്ഷിക്കാരും യേശുനാമക്കാരും വന്നാൽ ഈ 2 പക്ഷക്കാരോടും അവർ തോറ്റുപോകും എന്ന്
ഈ തൃത്വക്കാരായ പെന്തക്കോസ്തുകാരുടെ ദൗർബല്യം അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ഗുരുതരമായ മോശമായ അവസ്ഥയെ സംബന്ധിച്ചുള്ള പരിതാപകരമായ ഒരു വീക്ഷണമാണ് അവിടെ അധിക സമയം അദ്ദേഹം ചെലവഴിക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് അദ്ദേഹം ഈ ഭാഗത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചപ്പോഴോ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ അബ്രഹാം നിന്നു, 2 പുരുഷന്മാർ സോതോമിലേക്ക് പോയി എന്നെഴുതിയിരിക്കുക. അപ്പം അതിൻ്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്. 19 വായിക്കുമ്പോൾ അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. അതിന് ദൈവം അരുളി ചെയ്തതിൻ്റെ 18-ൻ്റെയാണ്. സോറി 1 മിനിറ്റ്. അതുകൊണ്ട് പറയാണ് 21 മുതൽ, എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ കേവലം പ്രവർത്തിച്ചിട്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ ആ പുരുഷന്മാർ അവിടുന്ന് തിരിഞ്ഞ് സോതോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ നിന്നു. അപ്പം 3 പേരിൽ 2 പുരുഷന്മാർ സോതോമിലേക്ക് പോയി. അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ നിന്നു. ആമേൻ. തൃത്വക്കാർക്ക് 3 യഹോവ ഉണ്ട്. അതിലൊരു യഹോവയാണ് പരിശുദ്ധാത്മാവ്, ഒരു യഹോവയാണ് യേശുക്രിസ്തു, ഒരു യഹോവയാണ് പിതാവാം ദൈവം എന്ന് പഠിപ്പിക്കുന്ന ട്രിനിറ്റിക്കാരും ഉണ്ട്. എന്നാൽ ഇവിടെ അദ്ദേഹം ഈ 3 പേരിൽ ഒരാൾ യഹോവയാണ്, 2 പുരുഷന്മാർ അവർ സോതോമിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു യഹോവയേ ഉള്ളൂ. ആ യഹോവയുടെ സന്നിധിയിൽ അബ്രഹാം നിൽക്കുകയും ചെയ്തു. പിന്നീട് 3 പേരിൽ ഒരാൾ യഹോവയും 2 പേർ പേര് പറയാത്ത 2 പുരുഷന്മാരുമാണ് എന്നാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. എന്നാൽ വ്യക്തമായിട്ട് നമ്മൾക്ക് ആ 2 പേർ ആരാണെന്ന് അറിയണമെങ്കിൽ 19-ാം അധ്യായത്തിലേക്ക് വന്ന് അവിടെ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോതോമിലെത്തി. ലോത്ത് സോതോം പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് എതിരേറ്റ് എന്ന് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. യജമാനന്മാരെ, അടിയൻ്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപ്പാർപ്പിൻ. 18-ാം അധ്യായത്തിൽ അബ്രഹാം യജമാനനെ എന്ന് വിളിക്കുന്നു. എന്നാൽ 19-ാം അധ്യായത്തിൽ തൻ്റെ അടുക്കൽ വന്ന 2 പുരുഷന്മാരെ ചേർത്ത് ലോത്ത് വിളിക്കുന്നത് യജമാനന്മാരെ എന്നാണ്. 3 പേരെ ഒരുമിച്ച് കണ്ടപ്പോൾ അബ്രഹാം യജമാനന്മാരെ എന്ന് വിളിച്ചില്ല, മറിച്ച് യഹോവയായ ദൈവത്തെ മാത്രം യജമാനനെ എന്ന് വിളിച്ചു. എന്നാൽ കേവലം 2 ദൂതന്മാരെ കണ്ട ലോത്ത് ആ 2 പേരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് യജമാനന്മാരെ എന്ന് വിളിച്ചു. എന്നിട്ട് അവിടെ പറയുന്നത് അവർ 2 പേരും ദൂതന്മാരാണ്. ഈ 2 പേരുടെ ദൂതന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ അടുക്കൽ ദൈവം വന്നിട്ട് നമ്മൾ ഒരു കാര്യം ആമോസ് പ്രവചനം 3:7 പറയുന്നത്, യഹോവയായ കർത്താവ് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് മുന്നറിയിച്ചു കൊടുക്കാതെ യാതൊരു കാര്യവും ചെയ്യുകയില്ല. അപ്പോൾ സോദോം ഗൊമോറ ദേശത്തെ താൻ നശിപ്പിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം യഹോവയായ ദൈവം ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 7 പ്രകാരം ഒരു പ്രവചനം ഇങ്ങനെയാണ്: യഹോവ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അറിയിക്കാതെ ഒരു കാര്യവും ചെയ്യുകയില്ല. അപ്പോൾ അബ്രഹാമിനെ തൻ്റെ സഹോദരപുത്രനായ ലോത്ത് പാർക്കുന്ന സോദോം പട്ടണത്തെ അവരുടെ സ്വവർഗരതിയും ദൈവനിഷേധവും സ്വവർഗ അനുരാഗവും തുടങ്ങിയുള്ള മ്ലേച്ഛകരമായ പാപത്തിൻ്റെ പേരിൽ അവരെ ആ ദേശത്തെ ഉന്മൂലനാശം ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരം അബ്രഹാമിൻ്റെ അടുക്കൽ അറിയിക്കുന്നത് നമ്മൾ മുൻ അധ്യായങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അബ്രഹാം ആ ദേശത്ത് 45 പുരുഷന്മാരുണ്ടെങ്കിൽ 35 പുരുഷന്മാരുണ്ടെങ്കിൽ എന്ന് അബ്രഹാം ഇങ്ങനെ ബാർഗെയിൻ ചെയ്ത് അവസാനം വരുമ്പോൾ ലോത്തല്ലാതെ അവിടെ അബ്രഹാമിനെ ആരെയും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അപ്പോൾ ദൈവം ചെയ്യാൻ ആഗ്രഹിച്ച ഒരു കാര്യം, ലോത്തിനെയും കുടുംബത്തെയും സോദോമിൽ നിന്ന് പുറത്തിറക്കിക്കൊണ്ട് സോദോം നശിപ്പിക്കുക എന്നുള്ളൊരു പദ്ധതിയാണുള്ളത്. ഈ പദ്ധതി പ്രകാരം ദൈവത്താൽ അയക്കപ്പെട്ട 2 ദൂതന്മാർ, അല്ലെങ്കിൽ ദൈവം അബ്രഹത്തോട് സംസാരിച്ച കാര്യത്തെ നിവർത്തിക്കാൻ വേണ്ടി യഹോവയായ ദൈവം തൻ്റെ 2 ദൂതന്മാരുമൊത്തും മമ്രയുടെ തോപ്പിൽ അബ്രഹാമിനെ പ്രത്യക്ഷനാവുകയും അബ്രഹാമിൻ്റെ അടുക്കൽ നിന്നും ആ 2 ദൂതന്മാർ പിരിഞ്ഞ് സോദോമിലേക്ക് പോവുകയും അങ്ങനെ സോദോമിൽ അവർ ചെല്ലുമ്പോൾ ഉള്ള ഭാഗമാണ് നമ്മൾ വായിച്ച ഈ 19-ാം അധ്യായത്തിലെ കാര്യം. ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. ലോത്ത് സോദോം പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എതിരേറ്റ് ചെന്ന് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. യജമാനന്മാരെ, അടിയൻ്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപ്പാർപ്പിൻ. കാലത്ത് എഴുന്നേറ്റ് നിങ്ങൾക്ക്
പോകാം, നിങ്ങളുടെ വഴിക്ക് പോവുകയും ആവാം എന്ന് പറഞ്ഞതിന്, അല്ല, ഞങ്ങൾ വീഥിയിൽ തന്നെ രാപ്പാർക്കുമെന്ന് അവർ പറഞ്ഞു. അവൻ അവരെ ഏറ്റവും നിർബന്ധിച്ചു. അപ്പോൾ അവർ അവൻ്റെ അടുക്കൽ തിരിഞ്ഞ് അവൻ്റെ വീട്ടിൽ ചെന്നു. അവൻ അവർക്ക് വിരുന്നൊരുക്കി, പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. അവർ ഭക്ഷണം കഴിച്ചു. അവർ ഉറങ്ങുവാൻ പോകും മുമ്പേ സോദോം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും ആബാലവൃദ്ധം എല്ലാവരും വന്ന് വീട് വളഞ്ഞു. അപ്പോൾ സോദോമിൻ്റെ ഒരു പിക്ചർ ഇവിടെ ദൈവത്തിൻ്റെ പ്രവാചകനായ മോശ മുഖാന്തരം ദൈവം വരച്ചു കാണിക്കുകയാണ്. ആ ദിവസം 2 പുരുഷന്മാർ ഈ ലോത്തിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് എന്ന് അന്തി ഉറങ്ങുന്നതെന്നറിഞ്ഞ് ആ ദേശത്തിലെ സ്വവർഗരതിക്കാരായ സ്ത്രീകൾ ഉണ്ടായിട്ടും സ്ത്രീകളുമായിട്ട് ഇത്തരം രതിബന്ധങ്ങൾ ചെയ്യുന്നതിനേക്കാൾ സ്വാഭാവിക ഭോഗത്തിന് വിരുദ്ധമായി ആണാണോടും പെണ്ണോടും അവലക്ഷണം ചെയ്യുന്ന ദൈവ നിഷേധത്തിൻ്റെ, ലൈംഗിക അരാജകത്വത്തിൻ്റെ ഒരു കേളി രംഗമായിരുന്നു ആ സമയത്ത് സോദോമും ഗൊമോറയും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവിടെ ആ രാത്രിയിൽ തൻ്റെ അടുക്കൽ വന്നിരിക്കുന്ന 2 സുന്ദരന്മാരായ പുരുഷന്മാരെ ഭോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്ന ചെറുപ്പക്കാർ മാത്രമല്ല, അവിടെ ആബാലവൃദ്ധം ജനങ്ങളും വന്നു. എന്ന് വെച്ചാൽ ബാലന്മാർ വന്നു, യുവാക്കൾ വന്നു, വൃദ്ധന്മാർ വന്നു. എന്ന് വെച്ചാൽ പുരുഷവർഗത്തിൽ പെടുന്ന ആ ദേശത്തിലെ സ്വവർഗരതിക്കാരെല്ലാം അതുവരെയും തങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടില്ലാത്ത 2 പുരുഷന്മാർ ഇതാ ലോത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു എന്നറിഞ്ഞ് അവരെല്ലാം അവിടെ ഈ ഒരു കാര്യം നിർവഹിക്കേണ്ടതിന് വേണ്ടി അവിടെ മത്സരിച്ച് വന്നു കൂടുകയാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തെ അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ വീണ്ടും ഡേവിഡ് അടിമാലി എന്ന് പറയുന്ന സഹോദരൻ്റെ പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ്. ഇവിടെ ഡേവിഡ് അടിമാലി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ഇകഴ്ത്തി കാണിക്കുവാൻ ശ്രമിക്കുന്നില്ല. ഒരുപക്ഷെ ജോബി ഹാൽബിനോ അതുപോലുള്ള പലരെയും പോലെ ഉള്ള ഒരു ട്രിനിറ്റിയുടെ മറ്റൊരു വേർഷൻ പ്രസ്താവിക്കുന്ന ഒരാൾ എന്നതിലപ്പുറമായി ഞാൻ അദ്ദേഹത്തെ കാണുന്നില്ല. പിന്നീട് രണ്ടാമതൊരു കാര്യം, വീഡിയോകൾക്ക് മറുവീഡിയോകൾ ചെയ്യുക എന്നുള്ളത് ഒരു കാര്യം. വീഡിയോയ്ക്ക് മറുവീഡിയോ ചെയ്യുക, തിരിച്ച് അവർ വീഡിയോ ചെയ്യുക, അതിന് വീണ്ടും വീഡിയോ ചെയ്യുക, അതിൻ്റെ പിന്നാലെ നടക്കുക. അങ്ങനെ എൻ്റെ പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് കഴിയാതാകുന്ന ഒരു അവസരം എനിക്ക് ഉണ്ടാകരുത് എന്നുള്ളൊരു ആഗ്രഹം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഇതിന് വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. എന്നാൽ ഞാനിത് വളരെ പ്രൈവറ്റ് സർക്കുലേഷന് വേണ്ടി ഒരു ഓഡിയോ മുഖാന്തരം ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് ചെയ്യുകയാണ്. ഒരുപക്ഷെ ഇത് യൂട്യൂബിൽ ഓഡിയോ ആയിട്ട് യൂട്യൂബിൽ വന്നേക്കാം, സാധാരണഗതിയിൽ വരാറുണ്ട്. അപ്പോൾ എങ്കിൽ പോലും നമ്മുടേതായ പരിമിതമായ ഒരു ഓഡിയൻസിന് വ്യക്തമായി മനസ്സിലാവട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാൻ ഈ വിഷയത്തിൽ ആ വ്യക്തിയുടെ പേര് പരാമർശിച്ചത്. അവിടെ അദ്ദേഹത്തെ താഴ്ത്തി കാണിക്കുവാനോ കുറയ്ക്ക് കാണിക്കുവാനോ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, അവിടെ വന്ന ആ 2 പുരുഷന്മാരും പരിശുദ്ധാത്മാവും പുത്രനുമാണ് എന്നാണ് അദ്ദേഹം എനിക്ക് ബദലായി ചെയ്ത വീഡിയോയിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ യഹോവയായ ദൈവം, എന്ന് വെച്ചാൽ പിതാവായ ദൈവം അബ്രഹാമിൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ പുത്രനും, പെന്തക്കോസ്തുകാരുടെ ഭാഷയിൽ പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവം, അങ്ങനെ ഒരു പദം ബൈബിളിൽ ഇല്ല. പിതാവായ ദൈവം എന്നുണ്ട്, പക്ഷെ പുത്രനായ ദൈവമെന്നോ പരിശുദ്ധാത്മാവായ ദൈവമെന്നോ നിത്യനായ പുത്രനെന്നോ ഒന്നും ബൈബിളിൽ എവിടെയുമില്ല. അതുകൊണ്ട് തന്നെ അതെല്ലാം നോൺ ബിബ്ലിക്കലാണ്, അത് ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളുമാണ്. എന്നാൽ ഇങ്ങനെ ഈ ധാരണ വെച്ച് പുലർത്തുന്ന ധാരാളം ആളുകളുടെ അറിവിലേക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഓഡിയോ ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തെ പോലെ വിശ്വസിക്കുന്നവരും ജോബി ഹാൽബിനെ പോലുള്ളവരും ഇങ്ങനെ ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു തീയുടെ ഒരാൾ രൂപവും അതിനകത്ത് 3 തീയുടെ വേറെ ആൾ രൂപമായി 4 രൂപങ്ങളെ വരച്ച് ഇതാണ് ദൈവം, ഇത് വാട്ട് ഈസ് ദിസ് ഈസ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തീയെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ തീയുടെ രൂപത്തിലുള്ള ആൾ പിതാവാണ്, ദൈവമാണ്. ആ തീക്കകത്ത് നമ്മൾ ഷാദ്രക്കും മേശക്കും അബേദ്നെഗോയും കിടന്ന പോലെ ആ തീക്കുണ്ടത്തിനകത്ത് 3 പേർ വേറെ കിടക്കുന്നുണ്ട്. അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. അപ്പോൾ മൊത്തത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച് വന്നപ്പോഴേക്കും തൃത്വം പോയിട്ട് ഫോർത്തമായി പോയി, 4 ദൈവങ്ങൾ കൂടുന്ന ഒരു ദൈവമായി മാറി. അപ്പം ഈ ഡേവിഡ് അടിമാലി പെന്തക്കോസ്തുകാരെ ആ സകലം ഈ തൃത്വം വിശദീകരിക്കാൻ കഴിയില്ലാത്ത വണ്ണം അവർ ഇതിനെ വിശദീകരിക്കാൻ കഴിയാതെ വണ്ണം അവർക്ക് ഇതിനെ ശരിയാവണ്ണം ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയാത്ത ബലഹീനതയുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ ഇതിനേക്കാൾ മോശമായ ഒരു വേർഷൻ അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തത്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം, ഇതിനകത്തൊരു സട്ടയർ, ഇതിനകത്തൊരു കോമഡി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നത് പുത്രനും പരിശുദ്ധാത്മാവുമാണ് വന്നിരിക്കുന്നത്. പുത്രനും പരിശുദ്ധാത്മാവും വന്നിരിക്കുന്നതിൻ്റെ പർപ്പസ് എന്താണ്? സോദോം ഗൊമോറയെ നശിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ പഴയ നിയമത്തിലോ ആ പഴയ നിയമ കാലഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും ആൾ രൂപത്തിൽ പുത്രൻ വെളിപ്പെട്ടതായി ബൈബിളിൽ കാണുന്നില്ല.
എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷത ഏദൻ തോട്ടത്തിൽ ഉണ്ടായപ്പോൾ അത് പുത്രനായിരുന്നു എന്ന് നമുക്കറിയാം. ദൈവത്തിന് ഏതെല്ലാം മേഖലയിൽ പ്രത്യക്ഷതയുണ്ടോ ആ പ്രത്യക്ഷതയെല്ലാം പുത്രനാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരാൾ രൂപത്തിൽ പ്രത്യക്ഷമായതായി നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ എന്ന് പരാമർശിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പിളർന്ന തീമന്നാവ് എന്ന പോലെയും പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ അട്രിബ്യൂട്ട്സ് മനസ്സിലാക്കി തരാൻ വേണ്ടി ചില ഘടകങ്ങളെ ദൈവത്തിൻ്റെ വചനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ പുത്രൻ എന്നുള്ള പദവിയിൽ ഒരു തുടക്കവും ഒടുക്കവും ഉണ്ട് യേശുക്രിസ്തുവിന്. എന്ന് വെച്ചാൽ ബത്ലഹേമിൽ ജനിച്ച് കാൽവരിയിൽ മരിച്ചതാണ് പുത്രൻ. എന്നാൽ ദൈവത്തിന് ഒരു നിത്യപുത്രനില്ല, എന്നാൽ ദൈവം നിത്യപിതാവാണ് എന്ന് ഏശയ്യാ 9:6 പറയുന്നുമുണ്ട്. അപ്പോൾ ഏശയ്യാ 9:6 പറയുന്ന ശിശു ആണ് നിത്യനായ ദൈവമെന്നും നിത്യനായ പിതാവെന്നും അവൻ അത്ഭുതങ്ങളുടെ മന്ത്രിയാണെന്നും വീരനായ ദൈവമാണെന്നും അവൻ നമ്മുടെ പാവപരിഹാരത്തിന് വേണ്ടി നൽകപ്പെട്ട മെസ്സിഹ ശിശുരൂപത്തിലാണെന്നും എല്ലാം വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. യെശയ്യാവാകട്ടെ 7:14 അങ്ങനെ പ്രത്യക്ഷനാകുന്ന അങ്ങനെ ജനിച്ചു വളരുന്ന ആ ശിശു ഇമ്മാനുവേലാണ്, അവൻ ദൈവം നമ്മോട് കൂടെ എന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഉള്ളൊരു രസകരമായ ഒരു കാര്യം, അല്ലെങ്കിൽ ഹാസ്യകരമായി പ്രതിപാദിച്ചുവെന്ന് നമുക്ക് വിവരിക്കാൻ കഴിയും വണ്ണമുള്ള ഒരു പ്രസ്താവന ഇതാണ്: അവിടെ സോദോമിലും ഗൊമോറയിലും വന്നിരിക്കുന്നത് പുത്രനും പരിശുദ്ധാത്മാവുമാണ്. അപ്പോൾ ഡേവിഡ് അടിമാലിയെ പോലുള്ള, ഞാൻ അദ്ദേഹത്തെ മാത്രം പറയുന്നില്ല, ഇത്തരം ദൈവശാസ്ത്ര പണ്ഡിതന്മാരോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, യഹോവയായ ദൈവം തൻ്റെ പുത്രനെയും തൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെയും ഈ സ്വവർഗരതിക്കാർക്ക് മേയാൻ വേണ്ടി ഇട്ടുകൊടുത്തോ? ഈ ചോദ്യത്തിന് ഡേവിഡ് അടിമാലിയെ പോലുള്ള ആളുകൾ ഉത്തരം പറയണം. അപ്പോൾ അതോ ഇങ്ങനത്തെ ഒരു പരീക്ഷണത്തിന് അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നോ? ഈ പരീക്ഷയിൽ അവർ വിജയിക്കുമോ? അതോ അവർ ഈ രതിക്രീഡയിൽ അവർ വീണുപോകുമോ? അതോ അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണോ പുത്രനെയും പരിശുദ്ധാത്മാവിനെയും യഹോവയായ ദൈവം സോദോമിലേക്ക് അയച്ചത് എന്നുള്ളതിനും ഈ 3 പുരുഷന്മാരെന്ന് പ്രതിപാദിക്കുന്ന ഈ ഉൽപ്പത്തി 3:18 ഈ 3 വ്യക്തികളെ സംബന്ധിച്ചുള്ള ഈ ഇൻ്റർപ്രിട്ടേഷൻ അവർ തരേണ്ടുന്ന ഒരു മറുപടിയാണ് സോദോമിലെ സ്വവർഗരതിക്കാരായ ആളുകളുടെ ആബാലവൃത്തം, കുട്ടികൾ മുതൽ യൗവനക്കാർ മുതൽ ബാല്യക്കാർ മുതൽ മധ്യവയസ്കർ മുതൽ യൗവനക്കാർ മുതൽ പ്രായം ചെന്ന മുതുക്കന്മാർ വരെയുള്ള സ്വവർഗ ഭോഗികളായ മനുഷ്യർക്ക് ഭോഗിക്കുവാൻ വേണ്ടി അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണോ മമ്രയുടെ തോപ്പിൽ അബ്രഹാം അതിൻ്റെ അടുക്കൽ യഹോവ നിന്നിട്ട് ഇവരെ 2 പേരെയും സോദോമിലേക്ക് അയച്ചത്? ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ഇങ്ങനെയുള്ള വാദങ്ങൾ നടത്തുന്ന ആർക്ക് വേണമെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം തരാം. എന്നാൽ സംഭവിച്ചത് എന്താണ്? യഹോവ 2 ദൂതന്മാർ എന്ന് തന്നെയാണ് അവരെ അറിയിച്ചിട്ടുള്ളത്. ആ ദൂതന്മാരുടെ പേര് മിഖായേൽ എന്നോ ഗബ്രിയേൽ എന്നോ ഒന്നും പ്രതിപാദിച്ചിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ കാര്യനിർവഹണത്തിന് വേണ്ടി ദൈവം അയച്ചിട്ടുള്ള ദൂതന്മാരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് മിഖായേലിനെ സംബന്ധിച്ചും ഗബ്രിയേലിനെ സംബന്ധിച്ചും നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ദാനിയേലിനെ അറിയിക്കാൻ ഗബ്രിയേലിനെ അയക്കി നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ദൂതന്മാർ എന്നുള്ള നിലയിൽ മോശയ്ക്കും പിന്നീട് പലർക്കും പഴയ നിയമത്തിൽ പ്രത്യക്ഷനായതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദൈവം ദൂതന്മാരെ അയച്ചത് ഒരു പർപ്പസ് നിർവഹിക്കാൻ വേണ്ടിയാണ്. ആ പർപ്പസ് ആകട്ടെ അബ്രഹത്തോട് നേരത്തെ അറിയിക്കുകയും ചെയ്തു. കാരണം താൻ ഈ ദേശത്തെ, ഈ സോദോം ഗമോറ എന്ന ദേശത്തെ നശിപ്പിക്കാൻ പോകുകയാണ് എന്നുള്ള കാര്യം അറിയിച്ചതിന് പ്രകാരം താൻ കൽപ്പിച്ച കാര്യങ്ങളെ നിവർത്തിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം തൻ്റെ 2 ദൂതന്മാരുമൊത്ത് അബ്രഹാമിനെ സന്ദർശിക്കുന്നതും അങ്ങനെ ആ അറിയിച്ചതിന് പ്രകാരമുള്ള കാര്യനിർവഹണത്തിന് വേണ്ടിയാണ് ദൈവം അബ്രഹാമിൻ്റെ അടുക്കൽ നിന്നും ഈ 2 ദൂതന്മാരെ സോദോമിലേക്ക് അയക്കുന്നതെന്നും വളരെ സ്പഷ്ടമായി കേവലം മലയാള ഭാഷ അറിയാവുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ തൃത്വം എന്നൊരു കണ്ണാടി നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ വെച്ചിട്ട് ആ സ്പെക്ടക്കിൾ ഊരി മാറ്റാതെ അതിലൂടെ എവിടെയെല്ലാം 2 or 3 കാണുന്നുണ്ടോ അവിടെയെല്ലാം പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കൂടെ കുത്തി നിറയ്ക്കാൻ അവർക്ക് വേണ്ടി സ്പേസ് ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്ന ഇത്തരം ബൈബിൾ കോളേജ് പണ്ഡിതന്മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിന് പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അവിടെ അലോക്കേറ്റ് ചെയ്യേണ്ട ഒരു ഗതികേടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് ഇത്തരത്തെ കാര്യങ്ങളെ മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇത് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ അബ്രഹത്തോട് ദൈവം പറഞ്ഞ അല്ലെങ്കിൽ പ്രവചിച്ച ഒരു കാര്യത്തിൻ്റെ
കാര്യനിർവഹണത്തിന് വേണ്ടിയാണ് രണ്ട് ദൂതന്മാരെ യഹോവയായ ദൈവം സോദോമിലേക്കും ഗൊമോറയ്ക്കും അയച്ചത്. അവർ ഏതെങ്കിലും രണ്ട് മനുഷ്യരാണ് എന്ന് പറഞ്ഞിട്ടില്ല. അബ്രഹാമിൻ്റെ കാഴ്ചപ്പാടിൽ ഈ മൂന്ന് പേരും പുരുഷന്മാരുടെ രൂപത്തിലായിരുന്നു. അതിലൊരാൾ യഹോവയാണെന്ന് അബ്രഹാമിന് വെളിപ്പെട്ടു. എന്നാൽ പിന്നീട് മോശ അവരെ പറയുമ്പോൾ അവരെ 9:18-22 19:1 അത് രണ്ട് ദൂതന്മാരെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ രണ്ട് ദൂതന്മാർ പുത്രനും പരിശുദ്ധാത്മാവുമാണ് എന്ന് എവിടെയും സാധൂകരിക്കാൻ കഴിയുന്ന യാതൊരു തെളിവുമില്ല. അങ്ങനെ എങ്ങാനും സാധൂകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദൈവം ഈ ഹിന്ദുക്കളുടെ പുരാണങ്ങൾ കാണുന്ന പോലെ 3 സ്ഥലത്തേക്ക് അശോകചക്രം പോലെ തിരിഞ്ഞിരിക്കുന്ന 3 തലയുള്ള നമ്മൾ ഈ പറയുന്ന സയാമിസ് ഇരട്ട പോലെയൊക്കെയുള്ള ഒരു വ്യക്തിത്വമായിരിക്കും. എന്നാൽ ദൈവത്തെ ആത്മാവാണ് ദൈവമെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ മനുഷ്യന് ഒരപ്പനും മനുഷ്യനൊരു മകനുമുള്ളതുപോലെ ദൈവത്തെ മനുഷ്യനെ പോലെ അപ്പനുള്ള ഒരു വ്യക്തിയാക്കി മകനുള്ള ഒരു വ്യക്തിയാക്കി തീർത്തുകൊണ്ട് മനുഷ്യൻ്റെ ചെറിയ തലയ്ക്കുള്ളിൽ ഉരുത്തിരിയുന്ന ഭാവനകൾ കൊണ്ട് ഒരു ദൈവിക സങ്കല്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ ത്രിയേക ദൈവ വിശ്വാസികൾ അല്ലെങ്കിൽ തൃത്വവിശ്വാസികൾ എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഒന്നാമത്തെ കാര്യം, തൃത്വമെന്നോ ത്രിയേകത്വമെന്നോ ബൈബിളിലില്ല. മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിരോധാഭാസം തൃത്വം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷും മലയാളത്തിലാണ് ത്വം കിടക്കുന്നത്. ഏകനായാലും മലയാളവും ഇംഗ്ലീഷും മലയാളത്തിൽ ഏകനും വരുന്നു. ഇപ്പം ഈ ഒരു സങ്കരവർഗ ജീവിയെ ഈ കാലഘട്ടം മുഴുവൻ ബൈബിൾ കോളേജുകളിൽ പാഠ്യപദ്ധതികൾ ഉണ്ടാക്കിയിട്ടും ബൈബിൾ പണ്ഡിതന്മാർ ഈ ബൈബിൾ മേഖലയിൽ അരിച്ചു പെറുക്കി ഒരു തൃത്വം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടും മലയാളത്തിൽ ഇവർക്ക് സ്വന്തമായ മലയാള ഭാഷയിൽ ഒരു ട്രിനിറ്റിക്ക് യോഗ്യമായ ഒരു പദം പോലും കണ്ടുപിടിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എത്ര ബാലിശമാണ് ഈ തൃത്വം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത് പിശാചിൻ്റെ പണിപ്പുരയിൽ ഹല്ലേലൂയ സ്തോത്രം കുസ്തിന്തിനോസ് ചക്രവർത്തി ഉണ്ടാക്കിയെടുത്ത ഈ തൃത്വമാണ് കത്തോലിക്ക മുതൽ പെന്തക്കോസ്തുകാർ വരെ കൈവശം വെച്ചിരിക്കുന്നതും ജനങ്ങളെ ഇന്ന് വഞ്ചിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതുമെന്ന് ഏക സത്യദൈവ വിശ്വാസികളായി ഞങ്ങൾക്ക് പറയാതിരിക്കാൻ കഴിവില്ല. ഞങ്ങളെ സംബന്ധിച്ച് ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം പിതാവും വീണുപോയ സൃഷ്ടിയെ വീണ്ടെടുക്കുവാൻ ദൈവം ജഡത്തിൽ മനുഷ്യൻ്റെ പാപത്തിന് പകരമായി മരിക്കുവാൻ പുത്രത്വത്തിലും വീണ്ടെടുക്കപ്പെട്ട മനുഷ്യരെ ദൈവസന്നിധിയിൽ തേജസ്സോടെ നിർത്തേണ്ടതിന് പരിശുദ്ധാത്മാവായി വ്യാപരിക്കുന്ന ഒരേ ഒരു ദൈവമാണ് വിശുദ്ധ വേദപുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ദൈവം. ഞങ്ങളെ സംബന്ധിച്ച് ദൈവം ഒരുവനേയുള്ളൂ എന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ദൈവം പ്രസ്താവിക്കുന്നുണ്ട്. അനവധി വാക്യങ്ങളുണ്ട്. പക്ഷേ ധാരാളം വീഡിയോകളും ഓഡിയോകളും ഇതുമായി ബന്ധപ്പെട്ട് ഞാനും മറ്റ് ഞങ്ങളുടെ സഹപ്രവർത്തകരായ എല്ലാ കർത്താവിൻ്റെ ദാസന്മാരും ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അത്തരം വിഷയങ്ങളുടെ ആധികാരികതയിലേക്ക് കൂടുതൽ വിശദീകരണത്തിന് മുതിരുന്നില്ല. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ബുദ്ധിപൂർവ്വം ബൈബിൾ പരിശോധിക്കുക. ഇത്തരം ബാലിശമായ ഒരിക്കലും ഒരു പദം പോലും ത്രിയേകൻ എന്നുള്ള സ്ഥാനത്ത് മുക്രംന്നോ, നമുക്കറിയാം ഈ ഓട്ടോറിക്ഷയെ മുച്ചക്രവണ്ടി എന്ന് പറയാറുണ്ട്. മുച്ചക്രവണ്ടി എന്ന് പറഞ്ഞ പോലെ ഇതിന് കൂട്ടി ഇവർക്ക് മൂത്രംന്നോ അല്ലെ മുത്രംന്നോ ഒന്നും ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയില്ല. ഇപ്പോഴും അവർക്കൊരു ഇംഗ്ലീഷിൻ്റെ പാതി എടുത്തൊരു സങ്കര ജീവിയെ ഉണ്ടാക്കേണ്ടി വന്നിരിക്കുക. ഈ ഗതികേട് മാന്യ ശ്രോതാക്കൾ ശ്രവിക്കുകയും ഇങ്ങനെയുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യണമെന്നും നിങ്ങൾ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി തിരുവെഴുത്തുകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും പഠിച്ചും വായിച്ചും ഗ്രഹിച്ചറിയുവാൻ നിങ്ങൾക്ക് ഇന്ന് ഞാൻ സംസാരിച്ച വിഷയങ്ങൾ നിങ്ങളുടെ വിവേചനത്തിന് വിട്ടുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അവസരം വേർതിരിച്ചു തന്ന കർത്താവിൻ്റെ ദാസന്മാർക്കും പ്രത്യേകാൽ ഇങ്ങനൊരവസരം എളിയവൻ ഒരുക്കി തന്ന കർത്താവും രക്ഷിതാവും യേശുവ മിശിഹായ്ക്കും സ്തോത്രവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.